ഹലോ ഗായ്സ്, അപ്പൊ ഞാൻ വേറൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പൊ ഇത് വേറെ ഒന്നുമല്ല, കുറച്ച് നാളായിട്ട് ഞാൻ ഇടാന്ന് പറഞ്ഞ വീഡിയോ ആണ്. എന്റെ പ്രിന്ററിന്റെ ഈ ഒരു മിനി പ്രിന്ററിന്റെ റിവ്യൂ വീഡിയോ. അപ്പൊ കുറച്ച് പേര് എന്റെ അടുത്ത് കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചേച്ചി ഇടാത്തതെന്ന്. ഞാൻ ഇച്ചിരി തിരക്കിലായി പോയി, അതുകൊണ്ടാണ്. പിന്നെ നോയ്സുകൾ ഉണ്ടായിരിക്കും ഞാൻ വീട്ടിലുള്ളത്, അപ്പൊ അതൊക്കെ ഒന്ന് എല്ലാരും ക്ഷമിക്കണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഈ പ്രിന്റർ ഞാൻ വാങ്ങിച്ചത് ആമസോണിനാണ്. ഷെസ്നിക് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ മിനി പോർട്ടബിൾ പ്രിന്റർ. അതാണ് എനിക്ക് ഈ ക്യൂട്ട് സ്റ്റേഷനറി ഐറ്റംസിന്റെ അടുത്തൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങളോടൊക്കെ ഒരു താല്പര്യമുള്ള കാരണം ഞാൻ വാങ്ങിച്ചതാണ്. ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഇങ്ക്ലെസ് ആണ്. നമ്മൾ ഇങ്ക് റീഫിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പേപ്പറിൽ ഇങ്ങനെ പ്രിന്റ് ആയി വരും. നമ്മുടെ പോളറോയിഡിന്റെ ഒരു ഷേപ്പിലുള്ള പ്രിന്റ്സ് ആണ് വരിക. അപ്പൊ പേപ്പറിൽ കേട്ടോ. അപ്പൊ ഇതിന്റെ പാക്കിംഗ് കണ്ടോ, ഒരു നമ്മുടെ എയർപോർട്ടൊക്കെ വരുന്ന പോലത്തെ ഒരു പാക്കിങ്ങിലാണ് വരിക. ഇതാ പാക്കിങ്ങിൽ വരും. ആ ബോക്സിന്റെ അകത്ത് വരുന്നത് ഒരു പ്രിന്റർ, ഒരു ചാർജർ വരുന്നുണ്ട്. അപ്പൊ ഇത് റീചാർജബിൾ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളറിലാണ് തന്നെ. എനിക്ക് ഇങ്ങനത്തെ പേസ്റ്റൽ കളേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതില് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ അകത്ത് അവർ ഓൾറെഡി ഒരു റോള് ഇട്ടിട്ടാണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിവിടെ ഒരു പവർ ബട്ടൺ കണ്ടോ, ഈ പവർ ബട്ടൺ ഓൺ ആക്കുക. ഓൺ ആക്കുമ്പോൾ ഒരു ഗ്രീൻ കളർ ലൈറ്റ് വരും. പിന്നെ ഒരു സ്റ്റാർ ഫോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്, നമുക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടും, ആപ്പ് സ്റ്റോറിൽ കിട്ടും. ഇത് ഓൺ ആയാലാണ് അതിൽ പ്രിന്റർ കാണിക്കുള്ളൂ. അപ്പൊ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ബ്ലൂടൂത്ത് ഡിവൈസ് ഒക്കെ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ സിമിലർ വേയിൽ ഇത് കണക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഓൺ ആക്കിയിട്ട്, ഇതിപ്പോ ഞാൻ എടുക്കുന്ന ഫോണിലായ കാരണം നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല. ഇത് ഞാൻ നോർമൽ പേപ്പറിൽ പ്രിന്റ് ചെയ്തെടുത്ത എന്റെ ഒരു ഫോട്ടോ ആണ്. നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വരിക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ്സ് ആണ് വരിക. അപ്പൊ നമ്മള് ഈ ഒരു ഇതിൽ ഞാൻ ഇപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാ. ആൻഡ് പ്രിന്ററിന്റെ ഈ ഒരു അറ്റത്ത് ഒരു എന്താ ഇതിന് പറയാന്ന് എനിക്കറിയില്ല. പ്രിന്ററിന്റെ ഈ ഒരു അറ്റത്ത് ഇങ്ങനെ നമ്മൾ പേപ്പർ കട്ട് ചെയ്യുന്ന സാധനം ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പ്രിന്റ് വരുന്ന സമയത്ത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കിങ്ങനെ എന്താ പറയാ, ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. നമ്മളെ ബില്ലിംഗ് മെഷീനിലൊക്കെ കണ്ടിട്ടില്ല, അതേപോലെ ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഭയങ്കര സിമ്പിൾ ആണ്. നോർമൽ പേപ്പറിൽ വെച്ചിട്ടുള്ള പ്രിന്റ് ആണ്. ആൻഡ് ഇതിന്റെ വൺ ഓഫ് ദ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും റോൾസ് ഓഫ് പേപ്പേഴ്സ് വരുന്നുണ്ട്. മൾട്ടി കളേഴ്സ് ഉള്ള ഒരു 2-3 വരുന്നുണ്ട്. ഫോണിലുള്ള ഏതൊരു ഇമേജും അതിൽ തന്നെ ക്രോപ്പ് ചെയ്യാനും പറ്റും. ഏതൊരു ഇമേജ് വേണമെങ്കിലും അതിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഷെസ്നിക്കിന്റെ ഈ ഒരു പ്രിന്ററിന്റെ കൂടെ നമുക്ക് കിട്ടാൻ റോൾസിൽ ചിലത് പീൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിൽ വേറെ കളർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓപ്പൺ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാം. ലൈക്ക് നമുക്ക് പ്രിന്റ് ചെയ്തിട്ട് എടുത്തിട്ട് അതിങ്ങനെ പറിച്ച് ഇപ്പൊ ഈ ജേണലൊക്കെ എഴുതാൻ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോട് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമായിരിക്കും. നമുക്ക് പിക്ചേഴ്സ് ഒക്കെ, നമ്മുടെ ക്യൂട്ട് ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ നമുക്ക് പ്രിന്റ് എടുത്തിട്ട് അതിൽ തന്നെ പീൽ ഓഫ് ചെയ്ത് സ്റ്റിക്കർ പോലെ ഒട്ടിക്കാൻ പറ്റും. എന്റെ വീട്ടിൽ 2 പഴയ ഫ്രെയിം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കത് കളയണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ സാധനം കണ്ട് വാങ്ങിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാനത് വാങ്ങിച്ചിട്ട് ഞാൻ ചെയ്ത ഫ്രെയിം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചായിരുന്നു. ഇതൊക്കെ ഞാൻ ഇത് വെച്ച് പ്രിന്റ് ചെയ്ത് പേസ്റ്റ് ചെയ്തെടുത്തതാണ്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ്. വാറന്റി കാർഡിന്റെ ഒരു സൈഡിൽ വരുന്നത് നമ്മുടെ വാറന്റി ക്ലെയിം ചെയ്യാനുള്ള QR-ഉം, അതുപോലെ നെക്സ്റ്റ് സൈഡിൽ വരുന്നത് ഇതിന്റെ എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിന്റെ QR ആണ്. അപ്പൊ അതുകൊണ്ട് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിന്റെ പ്രൈസ് 2899 ആയിരുന്നു, 2899 ആയിരുന്നു. അപ്പോൾ ആ ഒരു പ്രൈസിന് ഇത് വാങ്ങിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉള്ള കാരണം എനിക്കത് ഭയങ്കര വർത്ത് ആയിട്ട് തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആണ്. അതേപോലെ വാറന്റിന്റെ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. വിത്ത് പേപ്പേഴ്സ് ആണ്, നമുക്ക് റീഫിൽ ചെയ്യണ്ട. പിന്നെ അതേപോലെ നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നമ്മൾ ഈ പോളറോയിഡ് ക്യാമറ ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യൂട്ട് സാധനമല്ലേ. അതുകൊണ്ട് എനിക്കത് അടിപൊളിയായിട്ട് തന്നെ തോന്നിയത്. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ബോക്സിൽ ചാർജർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് C-type ചാർജർ, ഇങ്ങനെ കേബിൾ ആണ് വരുന്നത്. നമുക്ക് ഈ കേബിള് നമ്മുടെ മൊബൈൽ ചാർജറിലേക്ക് കണക്ട് ചെയ്തിട്ട് USB to C ആണ്. അപ്പൊ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ ചാർജ് ചെയ്യാം. ചാർജ് തീരാറായി കഴിഞ്ഞാൽ അതിൽ റെഡ് കളർ ഒരു ഇൻഡിക്കേഷൻ വരും. അതേപോലെ ഫോണിലെ ആപ്പിൽ എല്ലാത്തിനും പേപ്പർ ഇല്ലെങ്കിലും, അതേപോലെ നിങ്ങളുടെ പ്രിന്ററിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ സ്റ്റാർ ഫോക്സ് എന്ന് പറഞ്ഞ ആപ്പിൽ തന്നെ പ്രിന്ററിൽ പേപ്പർ ഇല്ലെങ്കിലും, ചാർജ് കുറവാണെങ്കിലും, അതുപോലെ തന്നെ ഡിസ്കണക്റ്റഡ് ആണെങ്കിലും എല്ലാം അതിൽ തന്നെ കാണിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ. അപ്പൊ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം. ബൈ.